ഹലോ, ഇന്ന് നമ്മൾ ഈ ഒരു കമ്മലാണ് ഉണ്ടാക്കുന്നത്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു സിൽക്ക് ത്രെഡാണ്, പിന്നെ സ്റ്റോൺ ചെയിനും, പിന്നെ ഇതുപോലൊരു കമ്മലിൻ്റെ ഫ്രെയിം വേണം. കമ്മലിൻ്റെ ഫ്രെയിമിൽ ഗമ്മ വെച്ചിട്ട് ഞാൻ ഈ നൂല് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിതൊരു 8 സ്റ്റാൻഡ് നൂല് സൂചിയിൽ കോർത്തെടുത്തതാണ് കേട്ടോ. അതല്ലാണ്ട് തന്നെ ചെയ്യാം, പക്ഷെ ഞാനിത് സൂചിയിൽ കോർത്തെടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് ചെയ്യാൻ. ഇങ്ങനെ കുറച്ച് ടൈറ്റായിട്ട് ഇതിങ്ങനെ ചുറ്റിക്കൊടുക്കുക. ഒരു റൗണ്ട് നൂല് തീരാനായി. ഇനി അതൊന്ന് ഒട്ടിച്ചെടുക്കണം. കുറച്ച് ഗമ്മ വെച്ചിട്ട് വീണ്ടും അതൊന്ന് ഒട്ടിച്ചെടുക്കാം. പെട്ടെന്ന് ഒട്ടും കേട്ടോ ഇതൊക്കെ. ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് വീണ്ടും ഇത് ബാക്കി ചുറ്റെടുക്കാം. കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത്. ഒരു ഐപ്പിൻ്റെ അകത്ത് ഒരു ആൻറ്റിക് ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുകയാണ്. പിന്നെ ഒരു ചക്കരയിട്ട്, പിന്നെ ഒരു ബീഡ് കൂടെ ഇട്ട് ഞാനിതൊന്ന് ലോക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ജസ്റ്റ് ആ ഐപ്പിന്നിൻ്റെ അറ്റം ഒന്ന് വളച്ച് ഒരു റൗണ്ട് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഹുക്ക് യൂസ് ചെയ്തിട്ട് ഇത് ഇയറിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. ബട്ട് ഞാനിതിന് സ്റ്റഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഫ്രെയിമിൻ്റെ താഴെയായിട്ട് ഞാനിതുപോലെ ഗമ്മ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ സ്റ്റോൺ ചെയിൻ ഇതിൻ്റെ മുകളിൽ വെച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് സ്റ്റിക്ക് ആയിക്കോളും. ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് സ്റ്റോൺ ചെയിൻ. ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ക്യാൻവാസിൻ്റെ ഷീറ്റോ അല്ലെങ്കിൽ പേപ്പറോ യൂസ് ചെയ്യാം. അതിൽ ഞാൻ ഗമ്മ വെച്ചിട്ട് ഫസ്റ്റ് ഞാനൊരു സ്റ്റോണ് അതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് കവർ ചെയ്തിട്ടൊരു സ്റ്റോൺ ചെയിനും, അതുപോലെ 2 എണ്ണം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റഡ്. ഇത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഇത് ഞാൻ രണ്ടും സൈഡൊക്കെ കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഇതിൻ്റെ ബാക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു ഐപ്പിന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. അത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ ഹോള് പുറത്തേക്ക് വരുന്ന വിധത്തിൽ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സെമി ഡ്രൈ ആവുന്ന വരെ ഒന്ന് നോക്കുക. ട്രാൻസ്പെറൻറ്റ് ഷീറ്റിനെ ഞാൻ 2 റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ റൗണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുവിൽ ഞാൻ ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇയർ റിങ്ങിൻ്റെ 2 സ്റ്റഡ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ ആ ഹോളിനകത്തൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 എണ്ണത്തിലും സെയിം ആ ഹോളിൻ്റെ അകത്തൂടെ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് 2ലും ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ സ്റ്റഡിൻ്റെ ഭാഗം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇത് അതിനുശേഷം ഒന്ന് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യുക. ഞാനൊരു ദിവസമാണ് ഇതിന് ഡ്രൈ ആവാൻ കൊടുത്തിട്ടുള്ളത്.
പിന്നെ ഒരു റിങ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ സ്റ്റഡും ജിമിക്കിയും ഒന്ന് കണക്ട് ചെയ്യാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.